ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആ ചാനൽ. ഇന്ന് നിങ്ങളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കാണുന്നത്. ഇന്ന് ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി ചാകര കാണാൻ പോവാണ്. അപ്പോൾ ടോണിയുടെ അമ്മ ഫേസ്ബുക്കിൽ ഇങ്ങനെ തോട്ടപ്പള്ളിയിൽ ചാകര ഉണ്ടെന്ന് പറഞ്ഞ്, അമ്മ ബേസിക്കലി ആലപ്പുഴക്കാരി കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ചാകര ഉണ്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഒന്ന് ഈവനിങ് അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്, പക്ഷേ അവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇത് ഓൺ ദ വേ ഉള്ള വ്യൂ ആട്ടോ. റോഡൊക്കെ ഭയങ്കര ഈ റോഡ് ഏതാ? ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഫുൾ ഓവർ ബ്രിഡ്ജൊക്കെ ആയിട്ട് അടിപൊളിയായി. ഇതിപ്പം നമ്മൾ ആദ്യം ചെല്ലുന്നത് കടലും കായലും ജോയിൻ ചെയ്യുന്ന സ്ഥലം. ഇതാണ് ആ സ്ഥലം, ഇതാണ് തോട്ടപ്പള്ളി. പക്ഷെ അവിടെ ചാകരയായിട്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അപ്പോൾ അവിടെ നിന്നപ്പോൾ ഞങ്ങൾ പുറക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ എന്തോ അത് എനിക്കറിയത്തില്ല, അങ്ങനെ നമുക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ല. ഞങ്ങൾ അവിടെ നേരെ പുറക്കാട് ബീച്ചിലോട്ട് പോയി. അവിടെ ചെന്നപ്പം അവിടെ ഇങ്ങനെ ഓരോരുത്തർ വലയിട്ടിട്ട് അതുമായിട്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ നല്ലതും എല്ലാം കിട്ടിയാൽ മേടിക്കാമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഞങ്ങളവിടെ നിന്ന സമയത്ത് തന്നെ അമ്പലപ്പുഴ സൈഡാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലപ്പുഴ ഇതൊക്കെ കാണുകയൊക്കെ ചെയ്തു ഓൺ ദ വേ. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പം ഒരു ചേട്ടൻ ഇങ്ങനെ വന്നു. 2 വല പുള്ളിയുടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ആ വലയ്ക്കകത്ത് കുരുങ്ങിയ മീനൊക്കെ ഇനി പുള്ളി പുറത്തോട്ട് എടുക്കണം. അപ്പോൾ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇപ്പം ഞങ്ങളിത് ഈവനിങ് കാണുമ്പം പുള്ളി അന്ന് 11 മണിക്ക് എങ്ങാണ്ടാണ് വലയിട്ടത്. പുള്ളി 2 സെറ്റ് വല എങ്ങാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കൂടുതലും ഞങ്ങൾക്ക് കിട്ടിയത് ക്രാബാട്ടോ. അത് നിങ്ങൾക്ക് കാണിക്കാം, ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. കൂടുതലും ക്രാബാണ്. അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് നിറച്ചാളൊക്കെ അവിടെ കൂടിയായിരുന്നു. ഓരോരുത്തരിങ്ങനെ മീനിൻ്റെ ഒക്കെ ഇങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ ഇങ്ങനെ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും ഞാൻ ക്രാബാന്ന് പറഞ്ഞില്ല, പല ടൈപ്പ് ഓഫ് ക്രാബ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതിന്റെ കണ്ണുണ്ടോ ഫ്രണ്ടില്? ഉണ്ടോ? ഇത് നല്ല വിഷമുണ്ടോ തോന്നുന്നു. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ കണ്ട സാധനത്തിൻ്റെ പേര് കമ്മട്ടി. അത് ഞണ്ടുകളുടെ കൂട്ടത്തിൽ രാജാവ് എന്ന് പറയുന്നത്. പൈസ കുറച്ച് കൂടുതലാണ് ഇതിന്. ഇതാണ് നോർമൽ ഞണ്ടുകൾ. ഇതാണ് ഇത് ഐറ്റം വേറെ ചേട്ടൻ വല മാറ്റുന്നതനുസരിച്ച് ഞങ്ങൾ ഈ ചാകര ഉണ്ടെന്ന് ന്യൂസ് കേട്ടത് ചെമ്മീനായിരുന്നല്ലേ. പക്ഷേ ഞങ്ങൾ ചെമ്മീൻ കിട്ടുമെന്ന് വിചാരിച്ചാൽ ചെന്നത്. അപ്പം വഴി നിറച്ച് ക്രാബുകൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ക്രാബ് കഴിച്ചിട്ടില്ല. ഒരു തവണ നിഖിൽ എനിക്ക് ഉണ്ടാക്കി തന്നല്ലാതെ ഞാൻ ക്രാബ് കഴിച്ചിട്ടേ ഇല്ല. അപ്പം അതുകൊണ്ടുകൂടിയാണ് മെയിനായിട്ട് ഞങ്ങളിത് മേടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് തുറക്കുന്നതിനനുസരിച്ച് കുറേ ക്രാബും, പിന്നെ ടോണിയുടെ ഫേവറേറ്റ് ഏതായിരുന്നു? മാന്തൽ. കുറേ മാന്തലുണ്ടായിരുന്നു. ടോണിയുടെ ഫേവറേറ്റ് മീനാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ട മീനായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അമ്മയ്ക്ക് വേണ്ടതായിരുന്നു കൂരി, അതും ഇതിനകത്തുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലുള്ള ബേസിക്കലി 3 പേരുടെയും ഇഷ്ടപ്പെട്ട സാധനം മുഴുവൻ ഇതിനകത്തുണ്ടായിരുന്നു. ഇതാണ് കൊഞ്ച്, കിങ് പ്രോൺ. അങ്ങോട്ട് കുറെ സവോള കിടപ്പുണ്ട്. ഇഷ്ടം കൊഞ്ച്, ചെമ്മീൻ, ചെറിയ ചെമ്മീൻ. ഈ ഞണ്ടിന്റെ പേരാണ് കാലൻ ഞണ്ട്. ഭയങ്കര കളറുള്ള, അത് വിഷമുള്ളണ്ടല്ലോ, വലിയ സൈസിലാവും. ഇത് മുക്കണ്ണൻ, ഇതിന്റെ പേര് മുക്കണ്ണൻ. ഇതെന്ത് വരുന്നത്? ഇതിന്റെ പേര് സാധാ ഞണ്ട്. അവർ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് ഇത്രയും മീൻ. രാവിലെയൊക്കെ ചെന്ന് ഇഷ്ടം പോലെ മീൻ. നമ്മൾ നെക്സ്റ്റ് ഡേ ഒക്കെ ചെല്ലാൻ അവർ പറഞ്ഞു. കാരണം മോർണിംഗ് ഒക്കെ നല്ല കൊഞ്ചും ചെമ്മീനും ഞണ്ടും ഒക്കെ കൂടുതൽ കിട്ടുന്ന ടൈമാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയിട്ട്
ബെറ്റർ രാവിലെ പോകാം. വൈകിട്ട് പോയാൽ നമുക്കൊരു വീട്ടിലേക്കുള്ളതൊക്കെ കിട്ടും അല്ലേ? ഒരാളെ മേടിച്ച് നമുക്ക് കിട്ടും. ഇച്ചിരി ഒന്ന് ബാർഗെയിൻ ചെയ്താൽ നിങ്ങൾക്ക് റീസണബിൾ റേറ്റിൽ കിട്ടും. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ സെറ്റ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സെറ്റിൽ നമുക്ക് കിട്ടിയ അത്ര രണ്ടാമത്തെ സെറ്റാണിത്. ഇതെൻ്റെ ലൈഫിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ടോണി. ഇങ്ങനെ ഡയറക്റ്റ് പോയി ഇങ്ങനെ വലയൊക്കെ പിടിച്ച മീനൊക്കെ കണ്ട് അതൊക്കെ മേടിക്കുന്നത്. ഞങ്ങളിത് മീൻ മേടിച്ചു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഞണ്ട് വെച്ചിട്ട് വീട്ടിൽ സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അടിപൊളി റെസിപ്പി ആയിട്ട്. ഇപ്പം ഞങ്ങൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞണ്ടൊക്കെ കഴിച്ചിട്ട് കിടക്കുക. അപ്പോൾ അതിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഒരുമിച്ചിട്ടാൽ ഭയങ്കര ലോങ് ആയിപ്പോവും. അതുകൊണ്ട് റെസിപ്പി വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. ഫൈനലി കിട്ടിയ മീനെല്ലാം പുള്ളി 2 വലയിൽ നിന്ന് കിട്ടിയ മീനെല്ലാം ഒരുമിച്ചാക്കുക നമ്മളെ കാണിക്കാൻ. ഇത്ര മീനുണ്ട് എന്നിട്ട് റേറ്റൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിയുമ്പോൾ പുള്ളി ഇത് വാഷ് ചെയ്തിട്ട് നമുക്ക് തരും. നമ്മൾ പക്ഷേ മീൻ മേടിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ പോയതല്ലേ, ഇങ്ങനെ കടയിൽ നിന്ന് മേടിക്കാം എന്നുള്ള രീതിയിലാണ് പോയത്. ചേട്ടൻ മീൻ പിടിച്ചതെല്ലാം കഴുകിയെടുക്കാൻ കൊണ്ടുപോയത്. വലയ്ക്കകത്തിട്ടിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കും, ക്ലീൻ ചെയ്യും. ഇത്രയും മീനുകളായിരുന്നു പുള്ളിയുടെ 2 വലയ്ക്കകത്തുണ്ടായിരുന്നത്. നമ്മളപ്പോൾ അത് ഫുള്ളായിട്ട് മേടിച്ചു അല്ലേ? ഫുള്ളായിട്ട് നമ്മൾ മേടിച്ചു. അത്ര ഞാൻ ക്രാബ് കഴിച്ചിട്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഫുള്ളായിട്ട് മേടിക്കാമെന്ന്. പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള 3 പേരുടെയും ഫേവറേറ്റ് മീനെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.